കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. സംഭവസ്ഥലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴായിരുന്നു സംഭവം? ആർക്കും പരുക്കില്ല എന്നുള്ളത് തന്നെ ആശ്വാസകരമായ വാർത്തയാണ്. ഈ പാലം തകരാനിടയായ സാഹചര്യം എന്താണ്? വിനീഷ, എൻ്റെ ഈ പിന്നിൽ കാണുന്നത് ചൂരാലങ്കൽ എന്ന് പറയുന്ന ചെറിയ ഒരു തോടിൻ്റെ കുറുകെയുള്ള ദേശീയപാത ബൈപ്പാസിന് നിർമ്മിക്കുന്ന നിർമ്മാണത്തിലിരുന്ന പാലത്തിൻ്റെ 2 ബീമിൻ്റെ കുറുകെ ഉണ്ടായിരുന്ന സ്ലാബാണ് ഇപ്പോൾ ഭാരം താങ്ങാനാകാതെ തകർന്നു വീണിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കൊടുത്തിരുന്ന താങ്ങുകൾ ഒരുപക്ഷെ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് മറഞ്ഞു പോയതായിരിക്കാം. ഇതിൽ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കുന്ന സമയത്ത് ആരും തന്നെ മേൽനോട്ടത്തിന് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളൊരു ആക്ഷേപവും പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് കഴിഞ്ഞ ഒരു 6 മാസത്തിനകം 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ 5 സ്ഥലത്താണ് പാലങ്ങൾ തകർന്നത്. അതിൽ ഒരു തൊഴിലാളിക്ക് കൈ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവർക്കൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനികൾ ഇതിപ്പോൾ തുടരുന്നു. മാത്രമല്ല, തൊഴിലാളികൾക്കൊന്നും സുരക്ഷിതമായിട്ട് പണിയെടുക്കുന്ന രീതിയിലല്ല ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നിരീക്ഷിക്കാനും ഉദ്യോഗസ്ഥരില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഇത് ഇപ്പോൾ പലവട്ടമായോ ഇങ്ങനെ? ഇത് 3ാമത്തെ തവണയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഇതേപോലെ ഉണ്ടായി. 3ാമത്തെ പ്രാവശ്യം വീണ്ടും പാലം തകരുന്നൊരു സ്ഥിതിയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ പരാതി നാട്ടുകാരെന്നുള്ളത് ഞങ്ങളുടെ ഇടയിലെല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ ഈ മേൽനോട്ടം വയ്ക്കാൻ ഉദ്യോഗസ്ഥരില്ലേ? ഇല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ ഈ സമയത്തില്ല എന്നുള്ള ഒരു വലിയ പരാതി നിലനിൽക്കുകയാണ്. ഈ തോട് എവിടെ ചെന്ന് കയറുന്നതാണ്? ഇത് നമ്മുടെ മങ്ങാട് കായലിലേക്ക് ചെന്ന് അഷ്ടമുടി കായലിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ തോടിൻ്റെ. ഇത് ദേശീയപാത ബൈപ്പാസിലാണ്. ദേശീയപാത ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്താണ് താഴെ ഉണ്ടായിരുന്ന സ്ലാബുകൾ എല്ലാം കൂടെ മറിഞ്ഞ് ആറ്റിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായത്. ഒരുപക്ഷെ തൊഴിലാളികൾ ഇതിന് താഴെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം ഒഴിവായി എന്ന് വേണം കരുതേണ്ടത്. ഇവർ ഫുള്ളായിട്ടല്ല വാർക്കുന്നത്. ഇതിൻ്റെ ഈ വാർപ്പെന്ന് പറഞ്ഞാൽ പകുതി വാർത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ വാർക്കും. അപ്പുറത്തല്ല അങ്ങനെയാണ് വാർത്തത്. അതും ഒരു ശാസ്ത്രീയമായ രീതിയല്ല. മനസ്സിലായില്ലേ? അതാണ് ഇത് ശരിയായിട്ടല്ല. ഇവിടെ തന്നെ ഇപ്പോൾ 2ഉം 3ഉം പ്രാവശ്യം റീവർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ വെള്ളം വരുന്നത് കറക്റ്റായിട്ട് ആദ്യം അടുപ്പിച്ച് ഈ 2 തൂണ് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകാൻ സ്ഥലമില്ല. പിന്നെ ഇതെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ റീവർക്ക് ചെയ്തായിരുന്നു. ഇനി എന്തായി തീരുമെന്ന് ചുരുക്കം പറഞ്ഞാൽ ഈ ദേശീയപാതയുടെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ പാലങ്ങളുടെയൊക്കെ ഒരു ശക്തി സംബന്ധിച്ച് ഇത് അതിൻ്റെ ഒരു ഇതാണ്. കണ്ടില്ലേ, 2ആയിട്ട് വാർക്കുന്നത് തന്നെ തെറ്റാണ്. ആദ്യം ഒരു പകുതി ഭാഗം വാർക്കും, പിന്നീട് പകുതി. അത് 2 ദിവസം കഴിഞ്ഞാണ്. എത്ര പിടുത്തം കാണും? അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിനീഷ, അത് മാത്രമല്ല, ഇതിൽ നമ്മളിവിടെ വരുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച, ഇതിൻ്റെ ജീവനക്കാർ തൊഴിലാളികൾ ഇറങ്ങി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിലുണ്ടായിരുന്ന ആ കോൺക്രീറ്റ് പാതി നിറച്ചിരുന്നെന്ന് ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ, അതെല്ലാം ശക്തിയേറിയ വാട്ടർ ഫോഴ്സ് പമ്പ് ഉപയോഗിച്ച് ആ വെള്ളം മൊത്തവും അടിച്ച് ഈ പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നതാണ് കണ്ടത്. ഇതിൽ ഈ കോൺക്രീറ്റ് മിക്സിനകത്ത് നമുക്കറിയാം എന്തായാലും കെമിക്കൽ ഉൾപ്പെടെയുള്ളവയുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ജലാശയങ്ങൾ മുഴുവനും അത് മലിനമാക്കുന്നതിനും മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള ഇതിൽ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് വരെ അതിന് ജീവാപായം സംഭവിക്കുന്നതാണ്. ഇത് അഷ്ടമുടി കായലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ചെറിയൊരു തോട് കൂടിയാണ്. അവിടെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്വവും നോക്കാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചുമതല കൺസ്ട്രക്ഷൻ്റെ കരാർ എടുത്തിരിക്കുന്നവർ ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഏതാണ്ട് 10 കിലോമീറ്റർ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് 5ാമത്തെ തവണയാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങൾ ഇതുപോലെ തകരുന്നത്. രാജ്കുമാർ, നിരന്തരം ഇത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടും അതൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിട്ടും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മറുപടിയും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. നിലവിൽ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും സമയമായിട്ടും ബന്ധപ്പെട്ടവരാരും അവിടെ എത്തിയിട്ടില്ലേ? ആരും എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് കുരിപ്പുഴയിൽ മുമ്പ് അഷ്ടമുടി കായലിന് കുറുകെയുള്ള കുരിപ്പുഴ പാലത്തിൽ ഇതേപോലെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇതുള്ള ഇതിൻ്റെ ദേശീയപാത ഈ ബൈപ്പാസിൻ്റെ അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാനിത് അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. സംഭവം കഴിഞ്ഞ് 6 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അത് ഒരുപക്ഷെ അത് ബോധപൂർവ്വം അദ്ദേഹം കള്ളം പറയുന്നതാണോ അതോ ശരിക്കും അറിയാത്തതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല.
എന്തായാലും ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഉദ്യോഗസ്ഥർ കാര്യമായി ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇവരെ ഏൽപ്പിച്ചു, കരാർ കൊടുത്തിരിക്കുന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണം. ഇത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ഇതിൻ്റെ ഒരു സുരക്ഷ, ഇത് ഈ പാലം ബലത്തോടു കൂടിയാണോ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും സാങ്കേതികമായ പരിശോധന നടത്താനും ഈ പാലം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം നിരീക്ഷിക്കുന്നതിനുമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിൻ്റെയൊക്കെ നമുക്കിവിടെ കാണാം. വിനീഷ, ദേശീയപാത അധികൃതർ എത്തിയിട്ടില്ലെങ്കിലും സംഭവ സ്ഥലത്തൊരു സൂപ്പർവൈസറെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? സാധാരണ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ തൊഴിലാളികൾ മാത്രമല്ല, ഒരു സൈറ്റ് സൂപ്പർവൈസർ അവിടെ ഉണ്ടാകേണ്ടതാണ്. അത്തരത്തിൽ ബന്ധപ്പെട്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ? നേരത്തെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ അവരാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് ഞങ്ങൾ വഴിപോക്കരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇത് കവർ ചെയ്യുന്നത് തടയാൻ പോലും ഒരു ശ്രമം നടന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ നിമിഷം വരെ ഇവിടെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് രേഖാമൂലമുള്ള രേഖകളിൽ ചിലപ്പോൾ ഇന്ന ആളായിരിക്കും സൈറ്റ് ഇൻസ്പെക്ടർ. ഇപ്പോൾ വിനിഷ ചോദിച്ചതുപോലെ ഒരു രേഖയിൽ ഒരാളുണ്ടാവും, പക്ഷെ ആരും തന്നെ ഇത് നോക്കാനില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. വിനിഷ, ശരി. രാജ്കുമാറാണ്. കൊല്ലം അയത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന തോടിന് കുറുകെ നിർമ്മാണത്തിലിരുന്ന ഒരു പാലം തകർന്നു വീണു. തൊഴിലാളികൾക്കാർക്കും തന്നെ പരിക്കില്ല എന്നത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. ദേശീയപാത അധികൃതരാരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് വലിയ വസ്തുത. രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.